കണ്ടതോടെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ വെല്ലുവിളിയാവുകയാണ്. 3 മാസം പ്രായമുള്ള കുട്ടിയടക്കം 5 പേരാണ് നിലവിൽ കൂടി. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്താണ് ഈ നടക്കുന്നത്? എന്തോ അമീബിയാ തോന്നുന്നു. സീനിയേഴ്സിനോട് ചോദിക്കാം. കേരളത്തിൽ എന്തായി നടക്കുന്നത് സാർ? എടാ മോനെ, இந்த கண்டிஷனுக்கு பேரு பிரைமரி அமீபிக் மெனிங்கோஎன்கெஃபலைட்டிஸ். எனக்கு மலையாளம் குறைச்சி தான் அறியும். இதை பத்தி நம்ம மல்லு ஃப்ரெண்ட்ஸ்ட போய் கேட்கலாம். பாய்ஸ், இப்போ ரீசெண்டாக கேரளாவில் நிறைய பிரெயின் ஈட்டிங் அமீபா கேசஸ் ரிப்போர்ட் ஆகிட்டு இருக்கு. நீங்க கேரளா பீப்புளுக்கு என்ன அவேர்னஸ் കൊടുക്കണമെന്ന് நினைக்கிறீங்க? ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്നത് നൈഗ്ലീരിയ ഫോളറി എന്ന് പറയുന്ന അമീബയാണ്. ഇത് കാണപ്പെടുന്നത് മെയിനായിട്ട് വെള്ളക്കെട്ടുകളിലും തടാകങ്ങളിലും ലേക്കുകളിലും പിന്നെ അതുപോലെ തന്നെ ക്ലോറിനേറ്റ് ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളുകളിലുമാണ്. ഉപ്പുവെള്ളത്തിൽ സാധാരണ ഇത് കാണപ്പെടാറില്ല. സാധാരണയായി വെള്ളം ശക്തിയിൽ മുഖത്തോട്ടടിക്കുമ്പോൾ മൂക്ക് വഴി ക്രിബ്രിഫം പ്ലേറ്റ് വഴി തലച്ചോറിലോട്ട് പോവുകയും തലച്ചോറിലെ കോശങ്ങളെ ഇത് തിന്നുകയും അതുപോലെ തലച്ചോറിൽ വീക്കം ഉണ്ടാക്കുകയാണ് ഈ അമീബ ചെയ്യാറ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അമീബയുള്ള വെള്ളം നമ്മൾ കുടിച്ചാൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യില്ല, അതുപോലെ പരസ്പരം പകരുകയില്ല. ഇത് മൂക്ക് വഴി മാത്രമാണ് ഇത് തലച്ചോറിലെത്തി തലച്ചോറിലെ അഫക്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, ഛർദി, നെക്ക് സ്റ്റിഫ്നെസ്, സീഷേഴ്സ്, പിന്നെ കോമ, മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ஸோ மக்களே, நம்ம மல்லு பாய் சொன்ன மாதிரி தான் இந்த பிரெயின் ஈட்டிங் அமீபா நைக்லீரியா ஃபவுலேரி, அதாவது பிரைமரி அமீபிக் மெனிங்கோஎன்கெஃபலைட்டிஸ், இந்த டிசீஸ் வந்து ரொம்ப ரேராக தான் வரும். ஆனால் வந்துச்சுன்னா நம்ம பிரெயினை அஃபெக்ட் பண்ணக்கூடிய வாய்ப்புகள் நிறையவே இருக்கு. தயவுசெய்து மழை காலத்தில் வந்து இந்த குளத்துல நதியில வந்து குளிக்கிறத தவிர்த்துக்கோங்க. சின்ன வயசு குழந்தைங்களையும் குளிக்க வைக்கிறத தவிர்த்துக்கோங்க. மக்களே, தயவுசெய்து இந்த வீடியோவை உங்க கேரளா ஃப்ரெண்டுக்கு ஷேர் பண்ணுங்க. അപ്പം മക്കളെ എല്ലാവരും medicine.in ഫോളോ ചെയ്യൂ.